തൻ്റെ 2 സിനിമകളിലൂടെ മലയാളികൾക്കിടയിൽ ആരാധകരെ സൃഷ്ടിച്ച സംവിധായകനാണ് തരുൺ മൂർത്തി. ലുക്മാൻ അവറാൻ, ബാലു വർഗീസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായിരുന്നു ഓപ്പറേഷൻ ജാവ. സിനിമ വലിയ ശ്രദ്ധ നേടിയിരുന്നു. 2022 പുറത്തിറങ്ങിയ തരുണിൻ്റെ രണ്ടാമത്തെ ചിത്രമായിരുന്നു സൗദി വെള്ളക്ക. ഓപ്പറേഷൻ ജാവയിൽ നിന്ന് വ്യത്യസ്തമായ സിനിമയായിരുന്നു ഇത്. വലിയ നിരൂപക പ്രശംസകളും അവാർഡുകളും നേടാൻ സൗദി വെള്ളക്കക്ക് സാധിച്ചിരുന്നു. തരുൺ മൂർത്തിയുടെ സൗദി വെള്ളക്കക്ക് ശേഷം വരുന്ന സിനിമക്കുള്ള കാത്തിരിപ്പിലായിരുന്നു സിനിമാ പ്രേമികൾ. അപ്പോഴാണ് മലയാളികളുടെ സ്വന്തം മോഹൻലാലിനെ നായകനാക്കിയുള്ള തന്റെ അടുത്ത ചിത്രത്തെക്കുറിച്ച് തരുൺ പുറത്തുവിട്ടത്. മോഹൻലാലിന്റെ 360-ാം ചിത്രമായാണ് സിനിമ ഒരുങ്ങുന്നത്. പുതിയൊരു സംവിധായകനൊപ്പം മോഹൻലാൽ സിനിമ അനൗൺസ് ചെയ്ത സന്തോഷത്തിലാണ് ലാൽ ആരാധകർ. ചിത്രത്തിലെ മറ്റു താരങ്ങളുടെ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോഴിതാ ചിത്രത്തിൽ നായികയായി ശോഭന വരുന്നുവെന്ന പുതിയ വാർത്തയാണ് പുറത്തുവരുന്നത്. ശോഭന തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് വിവരം പുറത്തുവിട്ടത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു മലയാളം സിനിമ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആകാംക്ഷയിലാണ്. സംവിധായകൻ തരുൺ മൂർത്തിയാണ്. നിർമ്മാതാവ് രാജപുത്ര രഞ്ജിത്ത്. ഹീറോ ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? അതെ, അത് ശ്രീ മോഹൻലാലാണ്. ലാൽജിയുടെ 360-ാം ചിത്രമാണ്. പക്ഷേ ഇത് ഞങ്ങൾ ഒരുമിച്ചുള്ള 56-ാമത് സിനിമയാണ്. ഞാൻ ഒരുപാട് എക്സൈറ്റ്മെൻറ്റിലാണ്. സിനിമ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു, ശോഭന പറഞ്ഞു. സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് താരത്തിൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോക്ക് കമൻ്റ് ചെയ്തിരിക്കുന്നത്. നാടോടിക്കാറ്റ്, തേന്മാവിൻ കൊമ്പത്ത്, പവിത്രം, മിന്നാരം തുടങ്ങി എന്നും ജനപ്രിയ ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള താരജോഡികളാണ് മോഹൻലാൽ, ശോഭന. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഐ ഹോസ്പിറ്റൽ റോഡ്.